പ്രിയമുള്ളവരെ, ശശി തരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഷയമാണ് ഞാൻ ഇവിടെ എൻ്റെ വീഡിയോയിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. കണ്ണൂരെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ല മുഴുവനല്ല, കണ്ണൂരിലെ പഴയ സിനിമ കൊട്ടകകളുടെ ഒരു ഓർമ്മ പുതുക്കുകയാണ്. ഇന്ന് ഒട്ടുമിക്ക സിനിമ ടോക്കീസുകളും പോയി കഴിഞ്ഞു. അപ്പോൾ പണ്ട് ഞാൻ പോയി കണ്ട സിനിമ ടോക്കീസുകളെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായി സിനിമ കണ്ടത് ഞങ്ങൾ സ്വന്തമായി താമസിച്ചിരുന്ന, സ്വന്തമായി ജനിച്ചു വളർന്ന തലശ്ശേരിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിപ്പാട് അകലെ എന്ന് പറയുന്നത് പോലെയുള്ള മുകുന്ദ ടാക്കീസാണ് ആദ്യമായി കണ്ടത്. ടാക്കീസിലാണ് ആദ്യമായി കണ്ടത് തലശ്ശേരി മുകുന്ദ ടാക്കീസ്. ഇനി തലശ്ശേരി വെച്ച് അങ്ങ് തുടങ്ങാം. തലശ്ശേരിയിലെ മുകുന്ദമല്ല റോഡിലെ മുകുന്ദ ടാക്കീസ് അന്ന് ഇത് ഇപ്പോൾ ഇല്ല, അത് പൊളിച്ചു കഴിഞ്ഞു. പിന്നെയുള്ളത് തൊട്ട് OV റോഡിലെ ചിത്രവാണി ടാക്കീസ്, അത് പിന്നീട് വന്നതാണെന്നാണ് ഓർമ്മ. മുകുന്ദ ടാക്കീസ് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഉള്ളതാണ്. അവിടെ വെച്ച് എൻ്റെ മൂത്തൊരാളുടെ മച്ചുവിന് നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടുപോവുക ഇംഗ്ലീഷ് സിനിമ, പ്രധാനമായിട്ടും 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ, ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വേ, പിന്നെ എസ്കേപ്ഡ് ഇൻ ജപ്പാൻ, പിന്നെ ശ്രീകൃഷ്ണ ലീല, സമ്പൂർണ്ണ രാമായണം തുടങ്ങിയ പഴയ സിനിമകളാണ് അന്ന് നമ്മൾ കണ്ടുവരുന്നത്. അന്ന് കുടുംബ സിനിമകളെല്ലാം കുറവായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മുകുന്ദ ടാക്കീസിൽ നിന്ന് തുടങ്ങിയ സിനിമ കാണലാണ്. പിന്നീട് വന്നതാണ് അടുത്ത് വന്നത് ചിത്രവാണി ടാക്കീസ് എന്ന് പറയുന്നത് OV റോഡിലാണ്. OV റോഡ് രണ്ടാമതായിട്ട് പറയുന്നത്. അത് പിന്നെ എപ്പോഴും വന്നതാണെന്ന് അറിയില്ല. അവിടെ നിന്ന് സിനിമ കണ്ടത് വളരെ കുറവാണ്. പിന്നെയുള്ളത് കൊട്ടകകളാണ്. ചെറിയ സിനിമ കൊട്ടകകൾ എന്ന് പറഞ്ഞ ടാക്കീസ് പോലെ മേഞ്ഞ ടാക്കീസ് പണ്ട് ഉള്ളത് ലോട്ടസ് ടാക്കീസ് നമ്മൾ വരുന്നത് അങ്ങോട്ട് കുയ്യാലി ആ സൈഡിലേക്കാണ്. കുയ്യാലി പുഴയുടെ ഏകദേശം ഭാഗത്താണ്, റെയിൽവേ സ്റ്റേഷനടുത്തായിട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ കാണും. അത് ആദ്യം ഓല മേഞ്ഞതായിരുന്നു, പിന്നീട് അത് അസ്ബസ്റ്റസ് എന്തെല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഒരു പാട്ടാണ്. നമ്മൾ എപ്പോഴൊരിക്കലും അതിലെ വഴി പോകുമ്പോൾ അവിടെ നിന്നുള്ള ശബ്ദം വിജനമായ സ്ഥലമായതുകൊണ്ട് ആ പരിസരമാകെ കേൾക്കും. അതുകൊണ്ട് ആളുകൾക്കും ബുദ്ധിമുട്ടില്ല, വിജനമായ സ്ഥലമായതുകൊണ്ട്. അവിടെ നിന്ന് ദാസേട്ടൻ പാടിയൊരു പാട്ട് കേട്ടത് ഓർമ്മയുണ്ട്. അരുവി കരയിലെ ഇളവയിൽ കായും കുരുവി ഇണക്കുരുവി, അരുവി തേനരുവി. അങ്ങനെയാണ് ടാക്കീസ് എന്ന് കേട്ട പാട്ടാണ്. അങ്ങനെ അത് ലോട്ടസ് ടാക്കീസ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ തലശ്ശേരി പുതിയ അമ്പലത്തിൻ്റെ അടുത്തൊരു ടാക്കീസ് ഉണ്ടാകും. ആ ടാക്കീസിൻ്റെ പേര് രാജാറാം ടാക്കീസ് എന്നാണ്. അതൊക്കെ പോയ കാലം എപ്പോഴോ പോയി കഴിഞ്ഞു. നമ്മുടെ ഉത്സവത്തിനൊക്കെ പണ്ട് ചെറുതായപ്പോൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ടാക്കീസൊക്കെ കാണുമായിരുന്നു. അവിടെ നിന്ന് ചിത്രം കണ്ടു എന്നൊന്നും ഓർമ്മയില്ല. പിന്നെ വേറെ ഉള്ളോട്ട് ടെമ്പിൾ ഗേറ്റിന് ഇങ്ങോട്ട് ടാക്കീസ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഓർമ്മയില്ല. ടെമ്പിൾ ഗേറ്റിൽ നിന്ന് മാടപ്പിഴ സൈഡിലേതൊരു ടാക്കീസ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇപ്പോഴത്തെ ലിബർട്ടി ടാക്കീസൊക്കെ വന്നു വരുന്നത്. ആദ്യം ലിബർട്ടി ടാക്കീസ് മഞ്ഞോടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ AVK നായർ റോഡിലെ ഒരു കോംപ്ലക്സേ ഉള്ളെന്ന് തോന്നുന്നു. അവിടെ വലിയ നിലയിൽ ഉണ്ടായിരുന്നതാണ്. ലിബർട്ടി ബഷീർ എന്നവരുടെ ടാക്കീസാണ് ലിബർട്ടി ടാക്കീസ്. പിന്നെ ഞാൻ കണ്ണൂർ തലശ്ശേരി വിടേണ്ടി വന്നു. തലശ്ശേരി വിട്ടതിന് ശേഷം കണ്ണൂരിൻ്റെ ഇപ്പുറമുള്ള കിഴുത്തള്ളിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കിഴുത്തള്ളിയിൽ താമസിക്കുമ്പോൾ പോയ ടാക്കീസുകളാണ് ഇനി ഓർമ്മയിൽ വരുന്നത്. അത് ഒന്ന് പ്രധാനപ്പെട്ടത് NS ടാക്കീസ് ഇപ്പോഴുമുണ്ട്, NS ടാക്കീസ്. പിന്നെ അതിൻ്റെ കുറച്ച് തളാപ്പ സൈഡിലായിട്ട് വരുന്ന 2 ടാക്കീസുകൾ ഒന്നായിട്ടുള്ളത് അമ്പിളി ആനന്ദ്.
ഇതൊക്കെ ഇപ്പോഴുണ്ടോ എന്നറിയില്ല. അമ്പിളി ആനന്ദ് ടാക്കീസ്. പിന്നെ അങ്ങോട്ട് പയ്യാമ്പലം ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ടോക്കീസാണ് പിന്നെ സംഗീത ടാക്കീസ്. പയ്യാമ്പലത്തേക്ക് പോകുമ്പോൾ ആ ടാക്കീസൊക്കെ ഇപ്പോഴുണ്ടോ അറിയില്ല. നമ്മൾ സിനിമ കാണലെന്നെ നിർത്തിയിട്ട് കാലം കുറേയായി. പിന്നെ ഒരു ക്യാപിറ്റൽ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് താവക്കര. ഇപ്പോൾ കണ്ണൂർ താവക്കര പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്യാപിറ്റൽ ടാക്കീസ്, അത് ഓല മേഞ്ഞ ബിൽഡിങ്. ടാക്കീസ് അല്ല, അങ്ങനെ എന്താ പറയുക, അത് തന്നെ ക്യാപിറ്റൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അത് ഓല മേഞ്ഞ ഇതായിരുന്നു, അത് പോയി. പിന്നെ നമ്മുടെ തിരുത്തലി താമസിക്കുമ്പോൾ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ചൊവ്വ കൃഷ്ണ ടാക്കീസ് എന്ന് പറയുന്നത്. അത് അവിടെ നിന്ന് പാട്ട് ഞങ്ങൾ താമസിക്കുന്ന കിഴുത്തള്ളി ഓവ് അണ്ടർ ബ്രിഡ്ജിൻ്റെ അടുത്ത് കേൾക്കാം. അവിടെ നിന്ന് കേട്ട പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. പിന്നെ അത് നമുക്കെല്ലാം പാട്ട് പാടാനുള്ള പ്രചോദനം തന്നെയാണ് ആ പാട്ട്. മഞ്ഞുകാലത്തൊക്കെ ആ മഞ്ഞിലെ കൊടി ഇരച്ച് വരുന്ന പാട്ടുണ്ടല്ലോ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ മുന്നിൽ തുള്ളി വന്നതെന്തിനാണ്. അതേപോലെ ജാനകി ചേച്ചി പാടിയ 1000 വർണ്ണങ്ങൾ വിടരും ആരാമമാണൻ ഹൃദയം, ചെല്ലക്കാറ്റിൻ കൈകളിലാടും പല്ലിപ്പൂവൻ മോഹം. അതേപോലെ എത്രയോ പാട്ടുകൾ ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു ഈ കൃഷ്ണ ടാക്കീസിൽ നിന്ന്. ഇന്ന് കൃഷ്ണ ടാക്കീസ് ഇല്ല, അതല്ല ഓലമേഞ്ഞ ടാക്കീസായിരുന്നു. അതെല്ലാം പ്രശ്നങ്ങളായി അത് പോയി. അതിനിപ്പോൾ അവിടെ വലിയ കോംപ്ലക്സാണ്, ബിസിനസ് കോംപ്ലക്സാണ്. താഴെ ചൊവ്വ കൃഷ്ണ ടാക്കീസ്, പിന്നെ മേലെ ചൊവ്വയില്ല. പിന്നെ കൃഷ്ണ ടാക്കീസ് കഴിഞ്ഞാലുള്ളത് ഒരു TK എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പുണ്ട്. TK, അതായത് താഴെ ചൊവ്വ എല്ലാം കഴിഞ്ഞ് പിന്നെ ഏകദേശം MBC എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള കാൽടാക്സ് എത്തുന്നതിന് മുന്നേ ഉള്ള ടോക്കീസാണ് അത്. TK എന്ന ബസ് സ്റ്റോപ്പിലാണ് ആ ടാക്കീസ്. അവിടെയും പോയി ഞാൻ സിനിമ കണ്ടിരുന്നു. നാഷണൽ ടാക്കീസ്, അതൊന്നും ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നാഷണൽ ടാക്കീസ്, ഇങ്ങനെ ടാക്കീസുകളുടെ എല്ലാം കഥ കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമ കാണാൻ നിർത്തി. ഞാൻ അവസാനമായി കണ്ട സിനിമ ഇപ്പോൾ താമസിക്കുന്ന മുഴപ്പിലങ്ങാട്ടെ സന്തോഷ് എന്ന ടാക്കീസ് ഉണ്ടായിരുന്നു, അതും പോയി. സന്തോഷ് ടാക്കീസ്. ആ ടാക്കീസിൽ നിന്ന് കലാഭവൻ മണിയുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയാണ് ഞാൻ അവസാനമായി കണ്ടത്. അങ്ങനെയാണ് ടാക്കീസുകളുടെ പറ്റിയുള്ള ഓർമ്മ. പിന്നെ ഉള്ളത് സംഗീത ടാക്കീസ്. പിന്നെ സംഗീത ടാക്കീസിലേക്ക് പോകുന്ന വഴി വലിയൊരു ടാക്കീസ് ഉണ്ട്, കവിത ബാറിൻ്റെ എല്ലാം ഉടമസ്ഥതയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാക്കീസാണ് കവിത തിയേറ്റർ. ഒരു കാലത്ത് നല്ല, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, നല്ല എടുപ്പും കാര്യങ്ങൾ, നല്ല ബിൽഡിംഗ് എല്ലാം ആയിട്ടുള്ളൊരു ടാക്കീസായിരുന്നു കവിത തിയേറ്റർ. അവിടെയെല്ലാം പോയി ചിലപ്പോൾ പലപ്പോഴും ഉന്തലും തള്ളിലും പെട്ടിട്ട് ടിക്കറ്റെല്ലാം കിട്ടാതെ മടങ്ങിയുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരിക്കൽ ഒരു ചങ്ങായി ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ കുറച്ചധികം പൈസക്ക് കരിഞ്ചന്ത ടിക്കറ്റ് വാങ്ങിയ കണ്ടത് ഓർമ്മയുണ്ട്. അത്ര വലിയൊരു സിനിമാ ഭ്രാന്തരൊന്നും ആയിരുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ്, സിനിമ എന്നൊരു ഇതിലെ കലയിലപ്പുറം അതിൻ്റെ സാങ്കേതിക വിദ്യയിലാണ് എനിക്ക് കൂടുതൽ ആകർഷിച്ചത് അന്നത്തെ കാലം. സിനിമ അത്രയും ഒരു അത്ഭുതമായിട്ടാണ്, കാരണം അതിൻ്റെ വർക്കിംഗ് എല്ലാം കണ്ടിടത്തോളം വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. പ്രൊജക്ടറും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ എൻ്റെ ഓർമ്മയിലെ ടാക്കീസുകൾ. പിന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ പോകുന്ന വഴിക്ക് വളപട്ടണം പോകുന്ന വഴിക്ക് ഒരു പ്രകാശ് തിയേറ്റർ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്, പ്രകാശ് തിയേറ്റർ. പിന്നെ വളപട്ടണത്ത് ഒരു തിയേറ്റർ ഉണ്ട്, അതിൻ്റെ പേര് സാരംഗ എന്നോ മറ്റോ ആണ്, വളപട്ടണത്ത്. പിന്നെ അങ്ങനെ ഉള്ള ഇതാണ് ഓർമ്മയാണ് ഉള്ളത്. അത്രയാണ് കണ്ണൂർ ജില്ലയിലെ ടാക്കീസുകളെ പറ്റി പറയാനുള്ളത്. രാജാറാം ടാക്കീസ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ള തലശ്ശേരി ടെമ്പിൾ റോഡ്, ടെമ്പിൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ആ കണ്ടത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ വലത്തായിട്ടായിരുന്നു രാജാറാം ടാക്കീസ് ഉണ്ടായിരുന്നത്.
അങ്ങനെ ടാക്കീസുകളെല്ലാം നാശോന്മുഖമായി പോയി. പിന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ടാക്കീസ് പറയാൻ വിട്ടുപോയോ എന്നൊരു സംശയം ഉണ്ട്. പ്രധാനപ്പെട്ട ടാക്കീസ് പിന്നെ നമ്മുടെ രത്നാകരേട്ടൻ്റെ ടാക്കീസ് ഉണ്ടായിരുന്നു. അത് വരുന്നത് പള്ളിത്താഴ പ്രഭ ടാക്കീസ്. രത്നപ്രഭ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ പേര്. ആ മകളുടെ പേരിലാന്തോ ആയിരിക്കണം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് ടാക്കീസ് പണിതത് പ്രഭ ടാക്കീസ്. ആ പ്രഭ ടാക്കീസും ഇപ്പോഴില്ല എന്നാണ് അറിയുവാൻ സാധിച്ചത്. പ്രഭ ടാക്കീസ്. പിന്നെ കുറേ വീട്ടിലും മനസ്സിലവിടെ എവിടെയെല്ലോ മൂടിക്കിടക്കുന്നുണ്ട്, ഓർമ്മയിൽ മൂടിക്കിടക്കുന്നുണ്ട്. അത് അത്രയൊക്കെയാണ് കണ്ണൂർ ജില്ലയിലെ മൊത്തം പറയുന്നില്ല, കണ്ണൂരും തലശ്ശേരിയിലുമായിട്ടുള്ള ടാക്കീസുകളെ പറ്റി പറയാനുള്ളത്. പിന്നെ പറഞ്ഞത് പങ്കജ് ടാക്കീസ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇവിടെയാന്ന് തോന്നുന്നു. പിന്നെ ടെമ്പിൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് മാടപ്പടി ആ സൈഡിലാണ് പങ്കജ് ടാക്കീസിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടാക്കീസിന്. ഇത് പങ്കജ് ടാക്കീസ് എന്നാണ് ഓർമ്മ. അവിടെ ഒന്നും പോയി സിനിമയൊന്നും കണ്ടിട്ടില്ല. എന്നാലും കണ്ണൂരിൽ ആണ് ഏറ്റവും അധികം സിനിമ കണ്ടിട്ടുള്ളത്. കൃഷ്ണ ടാക്കീസിൽ സെക്കൻഡ് ഷോ എൻ്റെ മുത്തച്ഛനുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അധികം തമിഴ് പടങ്ങളാണ് കാണുക. തമിഴിൽ ജയലളിത എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് MGR, ശിവാജി ഗണേശൻ, മൂപ്പർക്ക് മുത്തച്ഛൻ തമിഴ്നാട്ടിൽ ജീവിച്ചുകൊണ്ട് നല്ലോണം തമിഴ് അറിയും. MGR, ശിവാജി ഗണേശൻ, ജയശങ്കർ, അന്നത്തെ ഒരു ആക്ഷൻ ഹീറോ ആണ് ജയശങ്കർ. അദ്ദേഹത്തിൻ്റെ എല്ലാം പടങ്ങൾ കണ്ടതായിട്ടാണ് ഓർമ്മ. അങ്ങനെ പോകുമായിരുന്നു. എപ്പോൾ ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് പടം കാണാൻ പോയത് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് പോയി വരുമ്പോൾ പിടിച്ചു പോയി. പ്രേതം ഭൂതത്തിനുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ തെങ്ങിനൊക്കെ പിന്നെ 100 തേച്ചാണ്ടിട്ട് കുറേ പ്രേതങ്ങൾ വരിയായി നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് മേടിച്ചു പോയി. ഇങ്ങനെയെല്ലാം വീട്ടിലെത്തി. ഇങ്ങനെയെല്ലാം ഉള്ളത് എൻ്റെ സിനിമ, ആ തലശ്ശേരിയിലെ സിനിമ കൊട്ടകളെ പറ്റിയുള്ള ഓർമ്മകൾ. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ടാക്കീസ് വേറെ ഏതെങ്കിലും വിട്ടുപോയോ? എല്ലാം പ്രധാനം തന്നെ. ടാക്കീസുകൾ സിനിമ കാണികളെ സംബന്ധിച്ച് എല്ലാം പ്രധാനം തന്നെ. അത്രയെല്ലാമാണ് പറയാനുള്ളത്. കൂടുതലായൊന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണൂർ ജില്ല മൊത്തമല്ല, കണ്ണൂരിലെയും തലശ്ശേരിയിലെയും ടാക്കീസുകളെ പറ്റിയുള്ള ചെറിയൊരു വിവരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശശിധരൻസ് വ്ളോഗിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ മൺമറിഞ്ഞു പോയ ടാക്കീസുകളെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.